ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. കളങ്കാവൽ 10ാം ദിനം കടക്കുമ്പോൾ വീണ്ടും റെക്കോർഡ് പെരുമഴയുമായി നിൽക്കുകയാണ്. സിനിമയുടെ ബാംഗ്ലൂർ അതേപോലെ ചെന്നൈ മേഖലയിൽ നിന്ന് മാത്രമായി സിനിമ ഗംഭീര കളക്ഷനാണ് ഇന്നും നേടിയിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പുതിയ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന ചിത്രത്തിന് ശേഷം വീണ്ടും മമ്മൂട്ടിയുടെ കളങ്കാവലിത ചെന്നൈയിൽ നിന്ന് 1 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്നു. ബാംഗ്ലൂരിലും സമാനമായ രീതിയിൽ 1 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്നു. ബാംഗ്ലൂരിൽ നിന്ന് മാത്രമായി നമ്മൾ ഓരോ ദിവസങ്ങളിലും 50 ലക്ഷം രൂപ അങ്ങനെയുള്ള റേഞ്ചിലാണ് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. എന്താണെങ്കിലും ഈ ഒരു ശനി ഞായറും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ നേടാൻ കഴിയുന്നു. എന്താണെങ്കിലും ടോട്ടൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 10 ദിനം കൊണ്ട് സിനിമ നേടിയിരിക്കുന്നത് 6 കോടിക്ക് മുകളിലാണ്. 10ാം ദിനം കടക്കുമ്പോൾ അത് ഒരുപക്ഷേ 7 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ വരുന്നത്. മികച്ച രീതിയിൽ തന്നെയാണ് ഇന്ന് ഞായറാഴ്ച മികച്ച കളക്ഷനോട് കൂടി കുതിക്കുന്ന സിനിമ ഇതിനോടകം തന്നെ വൈകുന്നേരം 6 മണി വരെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1 കോടി 80 ലക്ഷം രൂപയോളം കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. കളങ്കാവൽ മമ്മൂട്ടിയുടെ ഈ ഒരു ചിത്രം ഇതാ 80 കോടി ക്ലബിലേക്ക് കയറാൻ പോവുകയാണ്. ഇന്നത്തെ കളക്ഷനോടെ സിനിമ 77 കോടി കടക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാവുകയും ചെയ്യുന്നു. എന്തായാലും നിങ്ങൾ മമ്മൂട്ടിയുടെ ഈ ഒരു ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. സമീപകാലത്തോ അല്ലെങ്കിൽ കഴിഞ്ഞ 10-25 വർഷങ്ങളിൽ നിങ്ങൾക്ക് ഇത്ര മികച്ച രീതിയിലുള്ള ഒരു ചിത്രം കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇതുവരെ മലയാള സിനിമയിൽ മമ്മൂട്ടിയിൽ നിന്ന് പോലും നിങ്ങൾ ഇത്ര മനോഹരമായിട്ട് അതിശക്തമായിട്ട് അതിഗംഭീരമായിട്ടുള്ള ഒരു അഭിനയം കാണാൻ കഴിയില്ല. അപ്പോൾ ബാക്കിയുള്ള നടന്മാരെ ഇതിനകത്തിലേക്ക് വലിച്ചിഴക്കേണ്ട ആവശ്യവുമില്ല എന്നറിയാം. കാരണം അഭിനയത്തിൻ്റെ കാര്യത്തിൽ മമ്മൂട്ടിയെ വെല്ലാൻ ആരുമില്ല എന്നുള്ളത് നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം. ഗ്രേറ്റ് മീഡിയാസ്.